ചേർത്തല കളവങ്കോടം കരപ്പുറം മിഷൻ യു.പി. സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വയലാർ കാവ്യാഞ്ജലി ജനുവരി 10-11 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേർത്തല ഉപജില്ലയിലെ ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് കാവ്യാഞ്ജലി ഒരുക്കുന്നത്. വയലാർ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളുടെയും ആലാപന മത്സരമാണ് ഒരുക്കുന്നത്. മലയാളത്തിന്റെ പ്രിയ കവിയുടെ കവിതകളും വരികളും പുതുതലമുറയ്ക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തിലാണ് വയലാറിന്റെ ജന്മനാട്ടിലെ സ്കൂളിൽ കാവ്യാഞ്ജലി ഒരുക്കുന്നത്. സംഘടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് C.K. ഷാജിമോഹൻ, സ്കൂൾ പ്രഥമാധ്യാപിക സന്ധ്യ P.S., കൺവീനർ ബെന്നി പൂജവിളി, R. രാജേഷ്, ജോയിന്റ് കൺവീനർ V. ശശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 10 രാവിലെ 10 മണിക്ക് മന്ത്രി P. പ്രസാദ് കാവ്യാഞ്ജലി ഉദ്ഘാടനം ചെയ്യും. 11 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദലീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം K.C. വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയാവും. കളവങ്കോടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് K.P. പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും. 2012 വയലാർ കാവ്യാഞ്ജലി എന്ന പരിപാടി തുടങ്ങിയത്. 2018 വരെ തുടർച്ചയായ എല്ലാ വർഷവും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളാണ് 2 ദിവസക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. നമ്മുടെ നാട് അഭിമാനപൂർവ്വം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ശ്രീ വയലാർ രാമവർമ്മ അവരുടെ ഓർമ്മ നമ്മുടെ നാട്ടിൽ നിന്നും ഒട്ടും മാഞ്ഞു പോയിട്ടില്ല. അനശ്വര കവികൾ. ആ അനശ്വര കവിയെ പുതുതലമുറയ്ക്ക് വയലാർ കവിതകളുടെ ആലാപന മത്സരം നമ്മുടെ ചേർത്തല ഉപജില്ലയിലുള്ള സ്കൂളുകളിൽ LP, UP, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ആലാപന മത്സരം നടത്തി. അതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനമായ സമ്മാനങ്ങൾ നൽകാം. 2 ദിവസക്കാലം ദിവസങ്ങളോളം നടന്ന മത്സരങ്ങളിലൂടെ അവസാനമാണ് 2 ദിവസക്കാലം അവസാനത്തെ മത്സരം നടക്കുന്നത്. അനശ്വര കവിയെ നമ്മുടെ കുട്ടികൾ പുതുതലമുറയ്ക്ക് പുതിയ പുതിയ കവികളും കഥാകാരന്മാരൊക്കെ പറയുമ്പോൾ അനശ്വര കവിയെ കുറിച്ച് മറന്നുപോകാൻ പാടില്ല. നമ്മുടെ നാട് അഭിമാനത്തോടു കൂടി കാണുന്ന അനശ്വര കവിയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ആ പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂളിലെ അധ്യാപകരും PTA എല്ലാം കൂടി ചേർന്നാണ് ഈ പരിപാടി ആവിഷ്കരിച്ചത്. 2015 കോവിഡ് വന്ന സമയത്ത് മാത്രമാണ് കുറച്ചു കാലം നമുക്ക് നടത്താൻ പറ്റില്ല. വീണ്ടും 2024 വീണ്ടും അത് PTAയും സ്കൂളിലെ അധ്യാപകരും അവിടെ നാട്ടുകാരും മുൻ PTAയുടെ ആളുകളും എല്ലാം കൂടി നമുക്ക് വീണ്ടും അതിൻ്റെ പുനരാവിഷ്കരണം നമുക്ക് നടത്തി നമ്മുടെ കുട്ടികളിൽ അത്ര ഒരു അവബോധം ഉണ്ടാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ആ പരിപാടി പുനരുദ്ധരിച്ചുകൊണ്ട് വളരെ ഭംഗിയായ 2 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്താൻ തീരുമാനിച്ചു.